നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. UAE-യിൽ ഇന്നലെ ലഭിച്ചത് റെക്കോർഡ് മഴയെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 75 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡാണിത്. 24 മണിക്കൂറിനുള്ളിൽ 254.8 മില്ലിമീറ്റർ മഴയാണ് അലൈനിലെ ഖദം അൽ ഷക്ല മേഖലയിൽ പെയ്തത്. മഴക്കെടുതിയിൽ വൻ നാശനഷ്ടമുണ്ടാവുകയും റാസൽ ഖൈമയിൽ വാദിയിൽ കാർ ഒഴുക്കിൽപ്പെട്ട് ഒരു സ്വദേശി മരിക്കുകയും ചെയ്തു. കനത്ത മഴയെ തുടർന്ന് താഴ്വരയിലെ ജലനിരപ്പ് ഉയർന്നതാണ് വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചത്. നിർത്താതെ പെയ്ത ശക്തമായ മഴ 7 എമിറേറ്റുകളെയും സാരമായി ബാധിച്ചു. ദുബായിലെ പല റോഡുകളും ഇന്നലെ ഉച്ച കഴിഞ്ഞതോടെ വെള്ളം കയറി സഞ്ചാരയോഗ്യമല്ലാതെയായി. പ്രധാന റോഡുകളെല്ലാം ടണലുകളും വെള്ളത്തിലായതോടെ ബസ്സുകളും ടാക്സികളും സ്വകാര്യ വാഹനങ്ങളും ഓട്ടം നിർത്തി. അതിശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയായിരുന്നു മഴ പെയ്തത്. ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ തുടങ്ങി മിക്ക നഗരങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ദുബായ് വിമാനത്താവളത്തിലെ നിരവധി വിമാന സർവീസുകൾ മഴ കാരണം റദ്ദാക്കിയിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് UAE-യിൽ നേരത്തെ പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് പിൻവലിച്ചു. അതിനുപകരം വിവിധയിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചത്. അലൈൻ, ഫുജൈറ, കോർഫക്കാൻ എന്നിവിടങ്ങളിൽ നിലവിൽ ഓറഞ്ച് അലേർട്ടും ദുബായിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഒമാനിൽ ഇതിനോടകം തന്നെ വലിയ നാശം വിതച്ച മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഒമാനിൽ മഴയെ തുടർന്നുണ്ടായ മരണസംഖ്യ 18ആയി. റോഡിലെ വെള്ളക്കെട്ട് കാരണം പലയിടങ്ങളിലെയും ഗതാഗതം നിലച്ചിരിക്കുകയാണ്. അതേസമയം മഴയുടെ ശക്തി ബുധനാഴ്ച വൈകുന്നേരം മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെയുള്ള കാലയളവിൽ കുറയുമെന്നാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിൽ മിക്കയിടത്തും കനത്ത മഴ തുടരുകയാണ്. ഖഫ്ജി, അൽ ഹസ, ദമാം, അൽ കോബാർ എന്നിവിടങ്ങളിലെല്ലാം മഴക്കെടുതി രൂക്ഷമാണ്. ഖത്തറിൽ ദുഖാൻ, അൽ റുവൈസ്, സിമൈസ്മ എന്നീ പ്രദേശങ്ങളിൽ ഇന്നലെ ഉച്ചയോടെ തന്നെ കനത്ത മഴയാണ് പെയ്തത്. വടക്കൻ പ്രദേശങ്ങളിൽ 45 മില്ലിമീറ്ററാണ് മഴ ലഭിച്ചത്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം 2ാം സ്ഥാനത്തെത്തി. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഈ നേട്ടം പങ്കുവച്ചത്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ കഴിഞ്ഞ വർഷത്തെ റാങ്കിങ്ങിലാണ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 2022-ൽ പട്ടികയിൽ 5ാം സ്ഥാനമായിരുന്നു. 33ാം അബുദാബി അന്താരാഷ്ട്ര പുസ്തകമേള ഈ മാസം 29 മുതൽ അടുത്ത മാസം 5 വരെ നടക്കും. അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് പരിപാടി. 90 രാജ്യങ്ങളിൽ നിന്നായി 1350 പ്രദർശകർ ഇത്തവണ ഉണ്ടാകും. ഈജിപ്താണ് ഈ വർഷത്തെ അതിഥി രാജ്യം. സംസ്കാരവും അറിവും പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങൾക്കിടയിൽ സാംസ്കാരിക സംഭാഷണങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് മേളയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ വർഷത്തെ ഷാർജ റമദാൻ ഫെസ്റ്റിവലിൽ ഏകദേശം 40 കോടി ദിർഹത്തിന്റെ വിൽപ്പന നടന്നതായി ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 25% വളർച്ചയാണ് കൈവരിച്ചത്. അവിസ്മരണീയമായ ഷോപ്പിംഗ് അനുഭവങ്ങളായിരുന്നു 37 ദിവസത്തെ ഉത്സവത്തിലൂടെ വാണിജ്യ വിനോദ കേന്ദ്രങ്ങൾ സമ്മാനിച്ചിരുന്നത്. എമിറേറ്റ്സിലെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും ഉത്സവത്തിന് പ്രധാന പങ്കുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉംറ വിസ കാലാവധിയിൽ മാറ്റം വരുത്തിയതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഇനി മുതൽ വിസ ഇഷ്യൂ ചെയ്യുന്ന ദിവസം മുതലാണ് വിസ കാലാവധി ആരംഭിക്കുക. നേരത്തെ സൗദിയിൽ പ്രവേശിക്കുന്ന ദിവസം മുതലായിരുന്നു കാലാവധി കണക്കാക്കിയിരുന്നത്. എന്നാൽ ഏത് വിസ കിട്ടിയാലും കാലാവധി അവസാനിക്കുന്നത് എല്ലാ വർഷവും ദുൽഹജ്ജ് 15 ആയിരിക്കും. വിദേശങ്ങളിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്താണ് ഈ മാറ്റം വരുത്തിയത്. ദുൽഹജ്ജ് 29 വരെയായിരുന്ന കാലാവധിയാണ് ഇപ്പോൾ 15 ചുരുക്കിയിരിക്കുന്നത്. 14 ദിവസം നേരത്തെയാണ് പുതിയ വ്യവസ്ഥ പ്രകാരം വിസ കാലാവധി അവസാനിക്കുക. ഉംറ വിസ ഇഷ്യൂ ചെയ്ത് 3 മാസം വരെയാണ് കാലാവധി. പുതിയ ഉത്തരവ് പ്രകാരം ഉംറ വിസയ്ക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ വർഷവും ദുൽഹജ്ജ് 15 മുതൽ ഉംറ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.